ഹായ് ഡിയേഴ്സ്, ജനുവരി 1 മുതൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരേ സമയം 50% കുട്ടികളെ മാത്രമേ അനുവദിക്കാവൂ എന്നും ആദ്യത്തെ ആഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിൽ ക്ലാസുകൾ ക്രമീകരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. 10-12 ക്ലാസുകളിൽ 300-ൽ കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരേ സമയം 25% കുട്ടികളെ അനുവദിക്കുന്നതാണ് ഉചിതമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു കോവിഡ് സെൽ രൂപീകരണവും നടത്തണം. അതായത് എല്ലാ സ്കൂളുകളിലും പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ കോവിഡ് സെൽ രൂപീകരണം ഉണ്ടാവണം. അതായത് വാർഡ് അംഗം, ഹെൽത്ത് ഇൻസ്പെക്ടർ, PTA പ്രസിഡന്റ്, അധ്യാപക, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സെല്ലിൽ വേണം. ആഴ്ചയിൽ ഒരിക്കൽ യോഗം ചേർന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സ്കൂൾ തലത്തിൽ പ്ലാൻ തയ്യാറാക്കണം. കോവിഡ് ലക്ഷണമുള്ള കുട്ടികളെ നിരീക്ഷിക്കാൻ സിക്ക് റൂം, പ്രാഥമിക ശുശ്രൂഷ കിറ്റ് എന്നിവ ഒരുക്കണം. ആരോഗ്യ പ്രവർത്തകർക്ക് ദിവസേന റിപ്പോർട്ട് നൽകണം. സ്കൂളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സ്റ്റാഫ് കൗൺസിൽ, PTA എന്നിവയിൽ ചർച്ച ചെയ്ത് ഈ വിവരങ്ങൾ ഓൺലൈനിൽ ക്ലാസ് PTA യോഗത്തിലൂടെ രക്ഷിതാക്കളെ അറിയിക്കണം. ഇതാണ് ഒരു കോവിഡ് സെൽ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം.